ഹായ് ഓൾ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നഴ്സിംഗ് ലൈഫ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന്. ഇപ്പോൾ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ വിചാരിക്കും എന്താണ് BSc നഴ്സിംഗ് ചൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ BSc നഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞവർ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓറിയൻറ്റേഷൻ കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാനിത് ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് BSc നഴ്സിംഗ് എക്സ്പീരിയൻസ്. എനിക്ക് സത്യം പറഞ്ഞാൽ BSc നഴ്സിംഗ് ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് പഠിക്കാൻ പോയത്. പക്ഷേ എക്സ്പെക്റ്റേഷനിൽ നിന്നും തികച്ചും വ്യത്യാസമായിരുന്നു. വിചാരിച്ച കോളേജിൽ തന്നെ കിട്ടി. അവിടെ പോയി ഫസ്റ്റ് ഡേ പോയി. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അല്ല നടക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കയറുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. എനിക്കുണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഇപ്പോൾ ഇങ്ങനെ ടെൻഷനാണ്, ആരൊക്കെ കൂട്ടാവും. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇതിലൊരു കാര്യം, ഒരു പ്രധാന കാര്യമാണ്. നമ്മൾ ഫോർത്ത് ഇയർ വരെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ദൈവം സഹായിച്ച് ഫസ്റ്റ് പോയ ആ ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ വഴക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിൽ ഫസ്റ്റ് സെമ്മിനെ പറ്റി പറയാം. ഫസ്റ്റ് സെം എന്ന് പറയുന്നത് അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജിയാണ് വരുന്നത്. അനാട്ടമി ഫിസിയോളജി ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 75 മാർക്കിനാണ്. രണ്ടും ഒരു ദിവസം തന്നെയാണ് നടക്കുന്നത്. ഒരേ ടൈമിൽ ക്വസ്റ്റ്യൻ വരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. അനാട്ടമി ഫിസിയോളജിയുടെ കാര്യം പറയാം. അനാട്ടമി ഫിസിയോളജി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ധാരണയില്ലായിരുന്നു. അതായത് ഞാൻ ഒരുപാട് കോപ്പി എടുത്തു പഠിക്കാനായിട്ട്. ലാസ്റ്റ് ഞാൻ ഒന്നും പഠിച്ചില്ല. ഞാൻ ആ കൂടി സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്തോ. അനാട്ടമിക്ക് നമ്മൾ എപ്പോഴും സ്ട്രക്ചർ ഫിഗർ വരച്ച്, ഇപ്പോൾ ഒരു ഫിഗറിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പാർട്സ് അതൊക്കെ എഴുതും. അത് നമുക്ക് ടെക്സ്റ്റിൽ കാണും. പക്ഷെ നമ്മളത് ഒരു ഫിഗർ അത് 3ഓ 4ഓ ആക്കിയിട്ട് നമുക്ക് എഴുതാം. വരച്ച് എഴുതാം. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. ഞാൻ ലാസ്റ്റ് എന്തൊക്കെയോ ഒരു അവസാനം സാറ് പറഞ്ഞു എല്ലാ ഫിഗറും വരച്ചിട്ട് നിങ്ങൾ മാക്സിമം ഫിഗർ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. ഇതെനിക്ക് അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ ക്ലാസ്സിൽ ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്കും ഫസ്റ്റ് സെഷനിൽ എക്സാമിന് ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് തിയറി എഴുതി വെച്ചു. പക്ഷേ എനിക്ക് മാർക്ക് പാസ്സായി. പക്ഷേ മാർക്ക് ഞാൻ വിചാരിച്ചത്ര കിട്ടിയില്ല. എല്ലാ പോയിന്റ്സും എഴുതിയതാണ്. ആര് പഠിച്ചു എഴുതിയത്. പക്ഷേ സെക്കൻഡ് സെക്ഷനിൽ എക്സാമിന് ഞാൻ അങ്ങനെ ഒന്നും തിയറി ആയിട്ട് എഴുതിയില്ല. ഫുള്ള് ഫിഗർ എല്ലാം വരച്ചിട്ട് കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ എനിക്കതിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഞാൻ വെച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ എക്സാം എഴുതി. പക്ഷേ അനാട്ടമി ഫിസിയോളജിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. സോഷ്യോളജി സൈക്കോളജി പറയുകയാണെങ്കിൽ സോഷ്യോളജി സൈക്കോളജി കാര്യം നിങ്ങൾ വായിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഫിസിയോളജി കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഫിസിയോളജി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അനാട്ടമിയും കൂടെ പഠിക്കണം. അത് സ്ട്രക്ചറും കൂടെ. അപ്പോൾ നമുക്ക് ഈസിയാവും. പിന്നെ നമ്മൾ എന്താണ് പാടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ ആ ടോപ്പിക്സ് വിട്ട് ഞാൻ അങ്ങനെയാണ് എനിക്ക് ഏറ്റവും പാടുള്ള ടോപ്പിക്സ് ഞാൻ വിട്ടിരിക്കും. എന്നിട്ട് അത് ഓരോ പോർഷൻസ് ആക്കിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊന്നും പഠിക്കത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് സെം എന്നെ ഹെൽപ്പ് ചെയ്തത്. ഫസ്റ്റ് സെമ്മിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി. നമ്മുടെ ബാച്ച് തൊട്ടാണ് സെമസ്റ്റർ സിസ്റ്റം ആക്കിയത്. അപ്പോൾ സെം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മാഡംസ് ഒക്കെ പറയുന്നത് സെം ആകുമ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കാനില്ല. എന്നിട്ടും നമ്മൾ എന്താ അറിഞ്ഞൂടാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് പഠിച്ചത്. അത് കൂടുതലായിട്ട് ഞാൻ ഒരു ഫോർത്ത് സെം വരെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി ഇമ്പോർട്ടൻറ്റ് മാത്രം നോക്കിക്കൊണ്ട് പോയ ഒരാളാണ്. പിന്നെ ഫിഫ്ത്ത് സെം തൊട്ട് സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഫോർത്ത് സെമ്മിൽ ഒരു പണി കിട്ടി. അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ICU അങ്ങനെ എന്തോ ചോദിച്ചു. എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പാടായിരുന്നു. എന്നാലും എഴുതി. അപ്പോൾ അതൊക്കെ ചോദിച്ചു കളഞ്ഞു. അന്ന് തൊട്ട് ഫിഫ്ത്ത് സെം തൊട്ട് ഞാൻ ഫുള്ള് കവർ ചെയ്തു. അപ്പോൾ ഫിഫ്ത്ത് സെമ്മിൽ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ സിക്സ്ത് സെം അതൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കയറുന്നവരാണെങ്കിൽ ഫസ്റ്റ് സെമ്മ് കുറച്ച് ടഫായിരിക്കും. എങ്ങനെ പഠിക്കണം എന്നൊക്കെ എന്താണ് ഭയങ്കര ഡൗട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ അറിയാലോ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് പോലും എടുത്തുകൊണ്ട് പോയിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് കാരണം എൻ്റെ ഫസ്റ്റ് സെമ്മിൽ ഞാൻ അനാട്ടമിക്ക് ഒരുപാട് നോട്ട്സ് പ്രിൻ്റ് എടുത്ത് ഞാൻ ഒന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഉള്ളത് പഠിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ സെക്കൻഡ് സെമ്മ് അങ്ങനെ ബാക്കി സെമ്മുകളുടെ എക്സ്പീരിയൻസ് കാണാം. ഞാൻ എക്സ്പീരിയൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, ഞാൻ എല്ലാം പറയാം. അപ്പോൾ ബൈ.